ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയിൽ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. DTPCയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്താനാണ് നീക്കം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് രാഹുൽ, പറയും. ഈ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇന്നും അത് സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധം ഉണ്ട് താനും. CITUവിന്റെയും INTUCയുടെയും പ്രതിഷേധം ഇടുക്കിയിലും അതുപോലെ തന്നെ കുമളിയിലും ഉണ്ട് താനും. അതിനിടയിലാണ് ജില്ലാ കളക്ടറുടെ ഒരു അടുത്ത ഉത്തരവ് വന്നിരിക്കുന്നത്. എങ്ങനെ ഈ ജീപ്പ് സഫാരികൾ, ഓഫ് റോഡ് ജീപ്പ് സഫാരികൾ എങ്ങനെ നടത്തണമെന്നുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്രൈവർ അടക്കം ഒരു ജീപ്പിൽ എത്ര പേർ വേണം, ഒരു കിലോമീറ്ററിന് എത്ര രൂപ ചാർജ് ഈടാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി DTPCയുടെ മേൽനോട്ടത്തിലായിരിക്കും ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ, അതായത് ഓൺലൈൻ ബുക്കിംഗ് വഴിയായിരിക്കും ഈ ജീപ്പ് സഫാരികൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഒരു ദിവസം ഒരു ഓഫ് റോഡ് ജീപ്പിന് 2 സർവീസുകൾ മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള കൃത്യമായ നിയന്ത്രണങ്ങളും നിബന്ധനകളും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരികൾ നിരോധിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വരുന്ന 16-ാം തീയതി, അതായത് അടുത്ത ദിവസം മുതൽ തന്നെ ഈ ജീപ്പ് സഫാരികൾ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് പുനരാരംഭിക്കാൻ കഴിയുമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ജീപ്പ് സഫാരി വലിയ തരത്തിൽ ബുദ്ധിമുട്ട് പല മേഖലകളിൽ, അതുപോലെ തന്നെ ഈ വാഗമൺ, അതുപോലെ തന്നെ മൂന്നാർ, കുമളി ഭാഗങ്ങളിൽ ചില ജീപ്പ് ഡ്രൈവർമാരെങ്കിലും അനാവശ്യമായ സ്പീഡ്, അതുപോലെ തന്നെ വാഹനങ്ങളിൽ അനാവശ്യമായ സാധനങ്ങൾ ഘടിപ്പിക്കുക, ആളുകൾക്ക് അപകടമുണ്ടാകുന്ന വിധത്തിൽ ഈ സർവീസ് നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ അടിയന്തരമായി ഈ സർവീസുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയത്. മാത്രമല്ല പഞ്ചായത്തുകളോടും അതുപോലെ തന്നെ സബ് കളക്ടർമാരോടും ഈ ജീപ്പ് സഫാരികൾ സുഗമമായി നടക്കാൻ ഏതൊക്കെ വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു, അല്ലെങ്കിൽ അത് കണ്ടെത്തി അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തുകളും അതുപോലെ തന്നെ സബ് കളക്ടർമാരും നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. ജീപ്പ് സഫാരി നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരമായ കാര്യമാണ്. കൃത്യമായ രീതിയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ സർവീസ് നടത്തുകയാണെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ വലിയ തരത്തിൽ ഉപകാരപ്രദമാകുന്നതായിരിക്കും.